إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുൽഹിജ്ജയുടെ പവിത്രമായ ദിവസങ്ങളിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിറവേറ്റിക്കൊണ്ടും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടും തഖ്വയുടെ പരമാവധി ദൂരത്തിലും അതിൻ്റെ അളവിലും എത്തിച്ചേരുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഹിജ്ജയുടെ അതിപവിത്രമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന അറഫ ദിവസം. മാത്രവുമല്ല, ഈ 10 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലിൻ്റെ പ്രാധാന്യം നമുക്കേവർക്കും അറിയുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു അമലുമില്ല. പണ്ഡിതന്മാർ ഈ 10 ദിവസത്തെ അമലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചത് റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ്. ഏതുപോലെ റമദാനിലെ അവസാനത്തെ രാത്രികൾക്ക് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ രാത്രികളിലുള്ള പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ ഉള്ളതുപോലെ. അതുകൊണ്ട് ഈ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന ഈ ദിവസങ്ങളെ കഴിയുന്ന രൂപത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും അനവധി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന അതിമഹത്തായ ഒരു സംഗമമാണ് അറഫ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു അറഫ ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർണ്ണമായെന്ന വാർത്ത അറിയിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഒരു മാർഗരേഖയായി, ദീനായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിപൂർണമായ ഒരു ദിവസമാണ് നമ്മിലേക്ക് വരുന്നത്. ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു ജൂതനായ ആൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വന്ന് സൂചിപ്പിക്കുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലിക അൽയൗമ ഈദാ. ഓ അമീറുൽ മുഅ്മിനീൻ, പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്ത്, ആ ആയത്ത് ഞങ്ങളിലേക്കാണ്, അതായത് യഹൂദികളിലേക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ഒരു ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരത്തിന് മറുപടി നൽകി, قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂൽ നബി തങ്ങളുടെ മേൽ ഈ ഒരു ആയത്ത് ഇറങ്ങിയതായ സന്ദർഭവും സമയവും ഞങ്ങൾക്കറിയാം. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമുൻ ബിഅറഫത യൗമൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫ സംഗമത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അറഫയിൽ സംഗമിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്കൊരു മറ്റൊരു ഗുണപാഠവും കൂടി മനസ്സിലാകുന്നുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർണ്ണമാണെന്നും ആ ദീനിൽ അള്ളാഹും അവൻ്റെ റസൂലും കാണിച്ചു തന്നിട്ടുള്ള ആഘോഷങ്ങൾക്ക് പുറമെ മറ്റൊരു ആഘോഷവും നടത്താൻ പോലും സാധ്യമല്ലെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്.
മാത്രവുമല്ല ഈ വരാനിരിക്കുന്ന ദിവസത്തെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ സത്യം ചെയ്യുന്നുണ്ട്. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷി നിൽക്കുകയും സാക്ഷ്യപ്പെടുത്തപ്പെടുകയും ചെയ്തതായ, സാക്ഷിത്വം നൽകപ്പെടുകയും ചെയ്തതായ ദിവസം തന്നെയാണ് സത്യം. ഏതാണ് ഈ 2 ദിവസങ്ങൾ? മുഫസ്സിരീങ്ങൾ പറയുന്നത് ഒന്നാമത്തേത് യൗമ അറഫയാണ്, ഷാഹിദാകുന്ന ദിവസം യൗമ അറഫയാണ്. 2ാമത്തെ ദിവസം, അതായത് സാക്ഷിത്വം നൽകപ്പെടുന്ന ദിവസം, അത് പെരുന്നാൾ ദിവസമാണ്. മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ യൗമുൽ മൗഊദു യൗമുൽ ഖിയാമ വൽ യൗമുൽ മശ്ഹൂദു യൗമ അറഫ വശാഹിദു യൗമുൽ ജുമുഅ. അൽ യൗമുൽ മൗഊദു യൗമുൽ ഖിയാമ, പരിശുദ്ധമായ ഖുർആനിൽ വൽ യൗമിൽ മൗഊദ് എന്നൊരു ആയത്തുണ്ട്. ആ ആയത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമെന്നത് യൗമുൽ ഖിയാമ, നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മശ്ഹൂദ്, മശ്ഹൂദായ ദിവസമെന്നത് അത് യൗമു അറഫയാണ്. വശാഹിദ് യൗമുൽ ജുമുഅ, ഇവിടെ ഷാഹിദ് എന്ന് ഉദ്ദേശിക്കുന്നത് ജുമുഅ ദിവസമാണ്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് തഫ്സീറുകൾ ഈ 2 ദിവസങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൻ്റെ തഫാസീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ആയത്താണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതർ പറയുന്നത്, ഇവിടെ വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടിയുമായ ദിവസങ്ങൾ. ഏതാണ് ആ ദിവസങ്ങൾ? അശ്ശഫ്ഉ യൗമുൻ നഹർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഇവിടെ ഒറ്റപ്പെട്ട ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ. അശ്ശഫ്ഉ യൗമുൻ നഹർ, ഇരട്ടയായ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പെരുന്നാൾ ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യതയും ഈ ദിവസത്തിൻ്റെ മഹത്വവും നമ്മോട് വിളിച്ചോതുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വഫി അയ്യാമി അശ്രി ദിൽഹിജ്ജ അൽ വുഖൂഫ് ബിഅറഫ. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ പകലുകൾ, ആ പകലുകളിലാണ് അറഫയിലെ നൃത്തം വരുന്നത്. അല്ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ലിഇബാദിഹി മഗ്ഫിറതൻ യഹ്സുൻ ലഹു ശൈത്താൻ. ഏതാണ് ആ ദിവസം? ആ ദിവസത്തിൽ അള്ളാഹു തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും. ഏത് രൂപത്തിലുള്ള പുറത്തു കൊടുക്കൽ? മഗ്ഫിറതൻ യഹ്സുനു ലഹാ അശ്ശൈത്താൻ, അത് കണ്ട് പിശാചിന് വിഷമമാകുമത്രേ. അള്ളാഹുവിൻ്റെ അടിമകൾ നന്മയിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെയും പാതയിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ട് പിശാചിന് വിഷമമാകും. അത്രത്തോളം അള്ളാഹു തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും. فما رؤي الشيطان أحقر ولا أدهر منه في يوم عرفة. അറഫ ദിവസത്തിൽ പിശാച് നിസ്സാരനും നിന്ദ്യനും അതുപോലെ തന്നെ വളരെ മനോവേദന അനുഭവിക്കുന്ന ഒരാളുമായി എത്രത്തോളം കാണപ്പെടുന്നു അതുപോലെ മറ്റൊരു ദിവസവും കാണപ്പെടുന്നതല്ല. എന്തേ കാരണം? ലിമാ യറാ മിൻ തനസ്സുലിൽ അംലാകി വറഹ്മ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, ഇതെല്ലാം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് പിശാച് കാണുന്നുണ്ട്. ലിഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തുകൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പിശാച് വളരെയധികം നിന്ദ്യനും അതുപോലെ തന്നെ നിസ്സാരനും വളരെയധികം വിഷമത്തിലും മാണ്ടുപോകുന്ന ഒരു ദിവസമാണത്. ويقع فيها كثير من أفعال الحج والعمرة. മാത്രവുമല്ല ആ ദിവസങ്ങളിൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും അനവധി പ്രവർത്തനങ്ങൾ, അനവധി അമാലുകൾ നടക്കുന്നുണ്ട്. വഹാദിഹി അശ്യാഉ മുഅല്ലമ മുസ്തഹിഖത്തുൻ ലിഅൻ യുഖ്സമ ബിഹാ. ഈ ഇത്തരം കാര്യങ്ങളെല്ലാം ഹജ്ജും ഉംറയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തും മലക്കുകളുടെ ഇറങ്ങലുമെല്ലാം വളരെ വലുതായ കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പ്രാധാന്യമുള്ള കാരണങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ആയത്തുകളെ കുറിച്ച് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത്. മാത്രവുമല്ല പരിശുദ്ധമായ ഖുർആനിൻ്റെ തഫ്സീറുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും
പ്രാധാന്യം കൊടുക്കുന്ന അവൻ്റെ സിഫാത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള മഖ്ലൂഖാത്തുകൾ, സൃഷ്ടികൾ, ഇവകളെ വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലെ സത്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സത്യങ്ങളിൽ നിന്ന് തന്നെ ഉലൂമുൽ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ തഫ്സീറിൻ്റെയും പണ്ഡിതർ ഇതിൻ്റെ പ്രാധാന്യങ്ങളെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിനു പുറമെ ഏറ്റവും അധികം നരകമോചനം നടക്കുന്ന ഒരു ദിനമാണ് യൗമു അറഫ എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അയ്യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫത. അറഫ ദിവസത്തിനേക്കാൾ നരകത്തിൽ നിന്ന് അള്ളാഹു ഇത്രയധികം മോചിപ്പിക്കുന്ന, ഇത്രയധികം അടിമകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസവും വരാനില്ല. അതുകൊണ്ട് നരകമോചനത്തിൻ്റെ ദിനങ്ങളാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. നരകമോചനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നരകത്തിൻ്റെ ഭയാനതയിൽ നിന്നും അതിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും അതിലെ പ്രതിബദ്ധങ്ങളിൽ നിന്നും കരകയറുവാൻ അതിൽ നിന്നുള്ളൊരു രക്ഷാമാർഗമാണ് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ആ ദിവസങ്ങളെ അതിനനുസരിച്ചുള്ള പ്രാധാന്യത്തോടെയും മഹത്വത്തോടെയും നാം കാണുക തന്നെ വേണം. മാത്രവുമല്ല, അന്നേ ദിവസം അള്ളാഹു അറഫയിൽ സംബന്ധിക്കുന്നതായ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് അഭിമാനം കൊള്ളുവത്രേ. അന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായിക ബിഅഹ്ലി അറഫ യഖൂലു ഉൻദുറു ഇലാ ഇബാദി ശഖ്സൻ ഉബ്റ. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലായികതീങ്ങളോട് അള്ളാഹു അഭിമാനം പറയുകയാണ്, ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കൂ. വളരെയധികം പൊടിപടലങ്ങളും അതുപോലെ തന്നെ തിക്കിനിറക്കിക്കൊണ്ടും അവർ അറഫയുടെ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുമത്രേ. അള്ളാഹു അഭിമാനം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽ പെടുവാൻ നാമും നിങ്ങളും കഴിയുന്ന രൂപത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് ഉംറയ്ക്കും അതുപോലെ തന്നെ ഹജ്ജിനുമെല്ലാം എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടിയും ദുആ ചെയ്തും നാം എന്നോ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നേ ദിവസം ദുആയിനേറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ദുആ സ്വീകരിക്കുന്ന, നമ്മുടെ തെറ്റുകളെ പൊറുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദുആ ആവട്ടെ, അതല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന രോഗങ്ങളോ അതല്ലെങ്കിൽ കടങ്ങളോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളെ നീങ്ങിപ്പോകുവാനുള്ള ഏത് തരം ദുആ ആവട്ടെ, ദുആയിനേറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും മഹത്തരമായ ദുആ എന്നത് അത് യൗമുൽ അറഫയിലെ നമുക്ക് വരാനിരിക്കുന്ന ദുൽഹജ്ജ് 9 ദുആ ആണ്. അന്നത്തെ ദുആ ആണ് ഏറ്റവും പ്രാധാന്യമുള്ള ദുആ. ആ ദിവസത്തെ ഓരോ നിമിഷങ്ങളും അലസമായ രൂപത്തിൽ നാം ചെലവഴിക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ നിമിഷങ്ങളും അതിനർഹിക്കുന്നതായ മൂല്യത്തോടെയും പ്രാധാന്യത്തോടെയും നാം ചെലവാക്കുകയും കാണേണ്ടതുമാണ്. മാത്രവുമല്ല, ആ ദിവസത്തേറെ പ്രാധാന്യമുള്ള മറ്റൊരു അമലാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്, അഹ്തസിബു അലല്ലാഹ്, അള്ളാഹു അയ്യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു, കഴിഞ്ഞുപോയൊരു വർഷത്തെ തിന്മകളെയും വസ്സനതല്ലതി ബഅദഹു, വരാനിരിക്കുന്നൊരു വർഷത്തെ തിന്മകളെയും പൊറുപ്പിക്കുന്ന ഒരു നോമ്പായിക്കൊണ്ടാണ്. അള്ളാഹു അത്രത്തോളം പ്രതിഫലം ആ നോമ്പുകൾക്ക് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് ഒരുപാട് അമലുകളെല്ലാം നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നത് പലപ്പോഴും ഉണ്ടാവാറില്ല. പലപ്പോഴും നമ്മുടെ അലസത കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്കുകളെ കൊണ്ടോ ഇബാദത്തുകളിൽ ധന്യമാകുവാൻ നമുക്ക് സാധിക്കാറില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം ലഭിക്കുന്ന അമൂല്യമായ അവസരങ്ങൾ, ആ അവസരങ്ങളെ കഴിയുന്ന രൂപത്തിൽ നാം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. മാത്രവുമല്ല, അന്നേ ദിവസത്തിൽ വളരെയധികം തഹ്ലീലുകളെ കൊണ്ട് ധന്യമാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുൻ അശിയ്യത അറഫ, അറഫയുടെ സന്ധ്യാനേരത്ത് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ പ്രവാചകന്മാരുമെല്ലാം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്കെന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്
ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ദുആകളിലും അതുപോലെ തന്നെ നാം ഒഴിഞ്ഞിരിക്കുന്ന നേരത്തുമെല്ലാം ഈ ഒരു തഹ്ലീൽ കൊണ്ട് നാം ധന്യമാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ സ്വബാഹിലെയും അതുപോലെ തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകളിൽ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. മാത്രവുമല്ല വളരെ സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാവുന്നതുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് അറഫ നോമ്പ് അത് ഏത് ദിവസത്തെ കണക്കാക്കിയാണ് നാം നോക്കേണ്ടത്, അതല്ലെങ്കിൽ അറഫ ദിനത്തെ ഏതൊരു ദിവസമായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9-നാണോ അതല്ല അറബ് നാട്ടിലെ ദിവസത്തെ കണക്കാക്കിയാണോ എന്ന വിഷയത്തിൽ പലപ്പോഴും നമുക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമായതുകൊണ്ട് നാം പരസ്പരം തമ്മിലടിക്കുന്നത് നമ്മുടെ വിവരമില്ലായ്മയുടെ ഏറ്റവും വലിയൊരു അടയാളമാണെന്ന് നാം ആദ്യം ഓർക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത്, മാത്രവുമല്ല നമുക്ക് നമ്മുടെ ബുദ്ധിയോട് യോജിക്കുന്നതുമെല്ലാം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ കാഴ്ചയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ അറഫ ദിവസം ദുൽഹജ്ജ് 9 എന്നാണോ വരുന്നത് അന്നാണ് നാം അറഫ ദിനമായി ആചരിക്കേണ്ടത്. കാരണം സൗദിയിലുള്ള, അതായത് അറബ് നാട്ടിലുള്ള അറഫ ദിവസം, അതായത് ഹാജിമാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ തന്നെ ആചരിക്കണമെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പല ദിക്കുകളിലും ലോകത്തിൻ്റെ പല നാടുകളിലും ആ ഒരു സമയത്ത് പലപ്പോഴും രാത്രിയായിരിക്കാം, പകലായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ആചരിക്കുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല. അതുകൊണ്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെയും ആയാത്തുകളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതല്ലാതെ കേവലം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും മാത്രം യോജിക്കുന്നത് അവലംബിക്കാതിരിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. മാത്രവുമല്ല, ഇനി ആരെങ്കിലും മറ്റൊരു അഭിപ്രായമായ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാളോട് തർക്കിക്കാനോ അതല്ലെങ്കിൽ അയാളെ താഴ്ത്തിക്കെട്ടാനോ അയാളെ നിന്ദിക്കാനോ നാം പോകരുത് എന്നത് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമാലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരം വരുന്ന ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മയെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ വരാനിരിക്കുന്ന ദിവസങ്ങളിലും നാം ആഘോഷിക്കുന്ന പെരുന്നാൾ ദിവസങ്ങളിലുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തഖ്വ എന്ന ആ ഒരു അമൂല്യമായ ഇബാദത്ത് നമ്മോടെപ്പോഴും ചേർന്ന് നിൽക്കേണ്ട ആ ഒരു സ്വഭാവം നാം ഒഴിവാക്കി കളയരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അറഫ ദിവസത്തിലേക്കാളേറെ പവിത്രതയുള്ള, ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് യൗമുൻ നഹർ, നമ്മുടെ പെരുന്നാൾ ദിവസം. ഇന്ന അഅ്ളമൽ അയ്യാമി തബാറക വതആല യൗമുൻ നഹരി സുമ്മ യൗമുൽ ഖർ. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസം എന്നത് അത് യൗമുൻ നഹരി സുമ്മ യൗമുൽ ഖർ, അത് യൗമുൻ നഹറാണ്, അതായത് ദുൽഹജ്ജ് 10 സുമ്മ യൗമുൽ ഖർ, പിന്നെ യൗമുൽ ഖറാണ്. എന്താണ് യൗമുൽ ഖർ? അത് ദുൽഹജ്ജ് 11. അതുകൊണ്ട് നമ്മിലേക്ക് ഏറ്റവും പ്രാധാന്യമുള്ള യൗമുൽ അറഫ വരുന്നു. തൊട്ടുശേഷം അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായ യൗമുൻ നഹർ വരുന്നു. ശേഷവും വരുന്ന ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളാണ്. ഈ യൗമുൻ നഹറിൽ, അതായത് പെരുന്നാൾ ദിവസത്തിൽ നാം പാലിക്കേണ്ടതായ ചില സുന്നത്തുകൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ അടുക്കലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നത്. നമുക്ക് പുതുവസ്ത്രമുണ്ടെങ്കിൽ പുതുവസ്ത്രം തന്നെ ധരിച്ച് പള്ളിയിലേക്ക് വരിക. ഇനി പുതിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നാം ഈദ് നിസ്കാരത്തിന് വേണ്ടി സജ്ജരാവുക.
രണ്ടാമതായിക്കൊണ്ട് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നിസ്കാരത്തിന് തയ്യാറെടുത്തുകൊണ്ട് കുളിക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർ സുഗന്ധം പൂശിക്കൊണ്ടും പള്ളിയിലേക്ക് വരിക. മൂന്നാമതായി പറയുന്നത്, പെരുന്നാൾ നിസ്കാരം നമുക്കേവർക്കും അറിയുന്നത് പോലെ ഈദ്ഗാഹിൽ വെച്ചുകൊണ്ടാണ്, മുസല്ലയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇനി വല്ല തടസ്സങ്ങളോ മഴയോ അതല്ലെങ്കിൽ വല്ല തടസ്സങ്ങളോ ഉണ്ടെങ്കിലൊക്കെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിന് ആരൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് ആരൊക്കെ വരേണ്ടതുണ്ട്, സാധാരണ നിസ്കാരം നിർബന്ധമുള്ള ആണുങ്ങൾ മാത്രമോ അതല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ മാത്രമോ വന്നാൽ മതിയാകുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ അദ്ദേഹം പറയുന്നു, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നഖ്റുജ ഫിൽ ഈദൈൻ, ഇരു ഈദുകൾക്കും ഇരു പെരുന്നാൾ നിസ്കാരത്തിനും പങ്കെടുക്കുവാൻ. ആരോടൊക്കെ? അൽ അവാതിഖ വദവാത്തുൽ ഹദൂർ. അൽ അവാതിഖ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, അതായത് പ്രായപൂർത്തിയായ ഒരു സമയത്തെക്കുറിച്ചാണ് അവാതിഖ് എന്ന് പറയുന്നത്. വദവാത്തുൽ ഹുദൂർ, അതുപോലെ തന്നെ ഒരു പക്വതയാർന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ, സാധാരണ യുവതികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരോടെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വരാൻ കൽപ്പിക്കുമായിരുന്നു. വഅമറൽ ഹുയ്യള അൻ തഅതസിൽന മുസല്ലൽ മുസ്ലിമീൻ. മാത്രവുമല്ല, ആ പെരുന്നാൾ നിസ്കാരം നടക്കുന്നതായ സ്ഥലത്തേക്ക് ആർത്തവകാരികളായ സ്ത്രീകളോടും വരാൻ കൽപ്പിച്ചിരുന്നു. ശേഷം അയ്യഅതസിൽന അൻ മുസല്ലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ആ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവരോട് മാറി നിൽക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സർവ്വ ആളുകളെയും, പെൺകുട്ടികളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ നമ്മുടെ ചെറിയ ആൺമക്കളാവട്ടെ, സർവ്വരെയും ഈ പെരുന്നാളിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുക എന്നത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ തന്നെ വലിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോവുക എന്നത് മറ്റൊരു സുന്നത്താണ്. സാധാരണ നാം ചെറിയ പെരുന്നാളിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകാറ്. എന്നാൽ വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത് എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടൊക്കെ വരുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക് നടന്നു പോവുക, പരമാവധി വാഹനത്തിലല്ലാതെ നടന്നു പോകലും പ്രത്യേകം സുന്നത്താണ്. ഇനി ആർക്കെങ്കിലും വളരെ ദൂരമുള്ള മുസല്ലയൊക്കെ ആണെങ്കിൽ കഴിയുന്ന രൂപത്തിൽ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് കുറച്ചു നേരമെങ്കിലും നടന്നുകൊണ്ട് ആ സുന്നത്ത് കരസ്ഥമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സുന്നത്താണ്, നാം പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു വലിയ പ്രാധാന്യമുള്ള എന്നാൽ വളരെ ലളിതമായൊരു സുന്നത്താണ് വരുന്ന വഴിയും പോകുന്ന വഴിയും വ്യത്യാസമാക്കുക എന്നത്. പള്ളിയിലേക്ക് വരുന്ന, അതായത് മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ വരിക, തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത് കഴിയുന്ന ആളുകൾക്കൊക്കെ വളരെയധികം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. പെരുന്നാൾ ദിവസം എന്നത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ആ ദിവസത്തിൽ സംഗീതം, അതുപോലെ തന്നെ അനിസ്ലാമികമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇസ്ലാം അനുശാസിക്കുന്നതായ ആ ഒരു വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നാം ആഘോഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയതായ, അള്ളാഹു നമുക്ക് അനുവദിച്ചതായ ആഘോഷങ്ങൾ അതിനെ ആഘോഷിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചെറിയ മക്കളുമെല്ലാം തിന്മകളിലേക്കും അള്ളാഹു ഹറാമാക്കിയതായ ആഘോഷങ്ങളിലേക്കും വഴിതെറ്റിപ്പോകുന്നത് എന്ന് വളരെ കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് നൽകിയതായ ആഘോഷങ്ങൾ ഈ രണ്ട് പ്രധാനമായും യൗമുൻ നഹറിലെ ആഘോഷം, അതുപോലെ തന്നെ ഈദുൽ ഫിത്റിലെ ആഘോഷം, ഈ ദിവസങ്ങളെല്ലാം നാം ആഘോഷിക്കേണ്ടതുണ്ട്. നാം കേവലം നിസ്കാരവും വെറും ഒരു ഭക്ഷണ സദ്യയും മാത്രം ഒരുക്കിക്കൊണ്ട് ആ ദിവസത്തെ ചെറുതാക്കി കാണിക്കരുത്. ആ ദിവസത്തെ കഴിയുന്ന രൂപത്തിലെല്ലാം ആഘോഷിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും ധന്യമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പരസ്പരം ആശംസകൾ നേരുന്നതിനെ പ്രത്യേകിച്ച് വിലക്കൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, എന്നാൽ പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലാണ്, പ്രത്യേകിച്ച് യൗമുൻ നഹറിലെ വലിയ പെരുന്നാൾ ദിവസത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉളുഹിയ്യത്തിൻ്റെ സമയം തുടങ്ങുന്നത്. കഴിയുന്ന ആളുകളെല്ലാം ഉളുഹിയ്യത്തിന് പങ്കെടുക്കുക. അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിൻ്റെ, അതായത് ദുൽഹജ്ജ് 12 മഗ്രിബിന് മുമ്പായിക്കൊണ്ട്
പരമാവധി ഉളഹിയ്യത്ത് നടത്താൻ ശ്രമിക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പല പണ്ഡിതരും ദുൽഹജ്ജ് 13 അറുത്താൽ ശരിയാകുമോ എന്നൊരു ചർച്ച കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 12 തന്നെ അറുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്നുണർത്തുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളെപ്പോലെ ബാക്കിയുള്ള ദിവസങ്ങളെപ്പോലെ ഈ വരാനിരിക്കുന്ന ദുൽഹജ്ജിലെ ദിവസങ്ങൾ, പ്രത്യേകിച്ച് വലിയ പെരുന്നാൾ, അതുപോലെ തന്നെ അതിനോട് തുടർന്ന് വരുന്നതായ 2-3 ദിവസങ്ങൾ, ആ ദിവസങ്ങളെ നാം സാധാരണയായി കാണരുത്. നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തക്ബീറുകളെ ചൊല്ലിക്കൊണ്ടും, പ്രത്യേകിച്ച് നിസ്കാരം കഴിഞ്ഞ ഉടനെ യൗമുൻ നെഹ്ർ മുതൽ യൗമുൻ നെഹ്ർ മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ആ തക്ബീറിനെ കുറിച്ച് അത്തക്ബീറുൽ മുഖയ്യദ് എന്നാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ മാത്രമുള്ള തക്ബീർ. അതിന് പുറമെയായിക്കൊണ്ട് അയ്യാമു തശ്രീഖ് ദുൽഹജ്ജ് 13 അവസാനിക്കുന്നത് വരെ നമുക്ക് പൊതുവായിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ നാം ഇറങ്ങി നടക്കുന്നതായ സ്ഥലങ്ങളിൽ വെച്ച് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളെ കഴിയുന്ന രൂപത്തിൽ ഇബാദത്തുകളെ കൊണ്ടും ആഘോഷങ്ങളെ കൊണ്ടും ആ ഒരു ദിവസത്തെ നാം ഭംഗിയാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ ഇറങ്ങിയതായ സർവ്വ പ്രയാസങ്ങളും നാം അനുഭവിക്കുന്നതായ സർവ്വ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുമാറാകട്ടെ. ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. നാം ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോഴും പല ആളുകളും കണ്ണീരൊലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട, ഉപ്പമാരെ നഷ്ടപ്പെട്ട അനവധി കുഞ്ഞുങ്ങളും സ്ത്രീകളും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അവരെയെല്ലാം നമ്മുടെ ദുആഇൻ്റെ ഭാഗമാക്കുക. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശർക വൽ മുശ്രിക്കീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. قوم.